നിങ്ങളിത് വായിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ കൊല്ലപ്പെട്ടു എന്നാണ്. ഇസ്രായേൽ അധിനിവേശ സേന എന്നെ ലക്ഷ്യമിട്ടിരിക്കാം. അൽ ജസീറ മാധ്യമപ്രവർത്തകൻ ഹൊസാം ഷബാത്തിന്റെ അവസാന സന്ദേശം ഇങ്ങനെയായിരുന്നു. മാർച്ച് 24 തിങ്കളാഴ്ച ബെയ്ത്ത് ലാഹിയയിൽ തന്റെ വാഹനം ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് 23-കാരനായ ഹൊസാം ഷബാത്ത് കൊല്ലപ്പെടുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 5ാമത്തെ അൽ ജസീറ മാധ്യമ പ്രവർത്തകനാണ് ഹൊസാം. കൊല്ലപ്പെടുന്നതിന് 1 മണിക്കൂർ മുൻപ് മറ്റൊരു ഫലസ്തീൻ മാധ്യമപ്രവർത്തകന്റെ മരണത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഹൊസാം. 2024 നവംബറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അന്ന് രക്ഷപ്പെട്ടത്. കുടുംബമടക്കം ഗസയുടെ തെക്ക് ഭാഗത്തേക്ക് നാട് കടത്തപ്പെട്ടപ്പോഴും ഹൊസാം വടക്കൻ ഗസയിൽ തന്നെ തുടർന്നു. ഇസ്രായേൽ ആക്രമണം ലോകത്തേക്ക് എത്തിക്കാനുള്ള ഹൊസാമിന്റെ ദൃഢനിശ്ചയമായിരുന്നു അതിന് പിന്നിൽ. വടക്കൻ ഗസയുടെ യാഥാർത്ഥ്യം പുറം ലോകത്തേക്ക് എത്തിയില്ലെങ്കിൽ, അതിനുവേണ്ട കവറേജ് കിട്ടിയില്ല എങ്കിൽ ഈ ആക്രമണങ്ങളെല്ലാം മറച്ചുവെക്കപ്പെടുമെന്നാണ് ഹൊസാമിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മരണം മുന്നിൽ കണ്ടും അദ്ദേഹം ആ മണ്ണിൽ തന്നെ തുടർന്നത്. ഏതെങ്കിലും ഒരു ദിവസം ഇസ്രായേൽ തന്നെയും ലക്ഷ്യം വെക്കുമെന്നും കൊല്ലപ്പെടുമെന്നും മനസ്സിലാക്കി ഹൊസാം എഴുതിയ അവസാന സന്ദേശം അദ്ദേഹത്തിന്റെ മാധ്യമ സംഘം പുറത്തുവിട്ടിരുന്നു. ഇതെല്ലാം ആരംഭിച്ചപ്പോൾ എനിക്ക് 21 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. മറ്റാരെയും പോലെ സ്വപ്നങ്ങളുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. കഴിഞ്ഞ 18 മാസമായി എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്. വടക്കൻ ഗസയിലെ ഭീകരതകൾ ഓരോ മിനിറ്റിലും ഞാൻ രേഖപ്പെടുത്തി. അവർ കുഴിച്ചുമൂടാൻ ശ്രമിച്ച സത്യം ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ദൃഢനിശ്ചയമെടുത്തു. നടപ്പാതകളിലും സ്കൂളുകളിലും കൂടാരങ്ങളിലും എനിക്ക് കഴിയുന്നിടത്തെല്ലാം ഞാൻ ഉറങ്ങി. ഓരോ ദിവസവും അതിജീവനത്തിനായുള്ള പോരാട്ടമായിരുന്നു. മാസങ്ങളോളം വിശപ്പ് സഹിച്ചു. പക്ഷേ ഒരിക്കലും എൻ്റെ ജനങ്ങളെ ഞാൻ വിട്ടുപോയില്ല. ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ്. ഒടുവിൽ ഹൊസാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഗസയെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തരുത് എന്നാണ്. ലോകം ഗസയ്ക്ക് നേരെ മുഖം തിരിക്കാൻ അനുവദിക്കരുത്. ഫലസ്തീൻ സ്വതന്ത്രമാകുന്നതുവരെ പോരാടുക, നമ്മുടെ കഥകൾ പറയുക. 2024 മരണത്തെ മുഖാമുഖം കണ്ട് രക്ഷപ്പെട്ടുവെങ്കിലും വീണ്ടും ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു ഹൊസാമിന്. അദ്ദേഹം ഒരു വീട്ടിൽ കയറിയതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ സൈന്യം അവിടെ ബോംബിടുകയായിരുന്നു. ഇസ്രായേൽ എപ്പോഴെങ്കിലും തന്നെ ലക്ഷ്യമിടുമെന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും ജോലി ചെയ്യുന്നത് കടമയായിരുന്നു എന്നതായിരുന്നു ഹൊസാം കുടുംബത്തോട് പറഞ്ഞിരുന്നത്. ഹൊസാമിന്റെ ആവേശത്തിൽ പലപ്പോഴും പേടി തോന്നിയിരുന്നതായി അൽ ജസീറയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പറയുന്നുണ്ട്. ഹൊസാം തന്റെ ക്യാമറയും ശബ്ദവും കൊണ്ടായിരുന്നു ഗസയുടെ വേദന പകർത്തിയിരുന്നത്. വില മരണമാണെങ്കിൽ പോലും പ്രക്ഷേപണം തുടരുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ലൈവുകളും അവസാനിപ്പിച്ചിരുന്നത്. എന്നാൽ ഹൊസാമിനെ കൊലപ്പെടുത്തിയതിൽ ഇസ്രായേലിന്റെ വാദം മറ്റൊന്നാണ്. ഇസ്രായേലിനും IDF-നുമെതിരായ ആക്രമണങ്ങളിൽ പങ്കെടുത്ത ഒരു സജീവ ഹമാസ് അംഗമായിട്ടാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഹൊസാമിനെ ചിത്രീകരിക്കുന്നത്. ഹൊസാം ഹമാസിന്റെ ബീറ്റ് ഹനൂൻ ബറ്റാലിയനിലെ സ്നൈപ്പർ ആയിരുന്നു എന്നതിന് IDF-ന്റെ പക്കൽ തെളിവുണ്ടെന്നും റിപ്പോർട്ട് ആരോപിക്കുന്നു. ഹൊസാം ഉൾപ്പെടെ ഗസയിലെ 6 മാധ്യമപ്രവർത്തകരെ തീവ്രവാദ ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണെന്ന് ആരോപിക്കപ്പെടുന്ന IDF-ന്റെ ഒക്ടോബറിലെ പ്രസ്താവനയും ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തിരുന്നു. അൽ ജസീറ മീഡിയ നെറ്റ്വർക്ക് ഹമാസ് തീവ്രവാദികളെ ഉപയോഗിച്ചതിന്റെ കൂടുതൽ തെളിവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു IDF അന്ന് ആ പ്രസ്താവന പുറത്തിറക്കിയത്. ഹൊസാം കൊല്ലപ്പെട്ട മാർച്ച് 24-ന് ബെയ്റൂട്ടിലെ ഫലസ്തീൻ ടുഡേ TV-യിൽ പ്രവർത്തിച്ചിരുന്ന തെക്കൻ ഗസയിലെ മുഹമ്മദ് മൻസൂർ എന്ന മാധ്യമപ്രവർത്തകനും കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ കൊലപാതകവും ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ബന്ധം ആരോപിച്ച് തള്ളിക്കളയുകയാണ് ഇസ്രായേൽ. മാധ്യമപ്രവർത്തകരെ കൊല്ലുന്നതും അവരോട് മോശമായി പെരുമാറുന്നതും ന്യായീകരിക്കാൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നു. 2023 ഒക്ടോബറിൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം 200-ലധികം മാധ്യമപ്രവർത്തകരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ ആരോപണങ്ങളെല്ലാം പതിവ് പോലെ നിഷേധിക്കുകയാണ് ഇസ്രായേൽ.